ോട് നോട്ടീസിൽ നിങ്ങൾ വിഷയം കണ്ടതുകൊണ്ട് പറയുകയാണ്. പ്രത്യേകിച്ച് അവരോടൊരു കാര്യം പറയട്ടെ, എല്ലാവരോടല്ല. മാപ്പിള പെഞ്ഞായി മാപ്പിളോടുണ്ടല്ലേ, ഉണ്ടല്ലോ. പെഞ്ഞായി അപ്പുറത്തും ഉണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മാപ്പിളായിട്ട് എന്തൊക്കെ ആയോ വേണ്ടാന്തി പണി. അതാ ഒരാൾ നല്ലോണം ചിരിക്കുന്ന അവിടെ, അയാൾക്ക് പിന്നെ നല്ലോണം പെടിഞ്ഞത്. എല്ലാവരും കേൾക്കണം. ഇത് മക്ക കേൾക്കണ്ട, ചെറിയ മക്കൾക്ക് ഇത് ആവശ്യമില്ല. ദാമ്പത്യ ജീവന അങ്കത് ദാമ്പത്യം അങ്ക് ചെറു മുറി പുഗ്ഗ ബോട്ടി അല്ലേ. ഇത് കേൾക്കണേ കുറച്ചാൾമാർ ശരിക്കും കേൾക്കണം. ഇത് ഇസ്ലാമിൽ ദാമ്പത്യ ജീവിതം ചെല്ലെങ്കിൽ കേവലം കാമകേളി മാത്രമല്ല, വികാരം തീർക്കൽ മാത്രമല്ല. എവിടെയോ പോയിട്ട് ബൈക്കിൽ വെച്ചിട്ട് ഓൻ്റെ മേലെ മലക്കണ വീണിട്ട് ഇങ്ങനെ ബൈക്കിൽ പോയിട്ട് ഓടുന്നവോ പോയിട്ട് ചോറ് വെച്ചിട്ട് പണ്ടതെല്ലാം മങ്ങല. അതല്ല ദാമ്പത്യ ജീവനം. ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പോർച്ചയാക്കപ്പെട്ടതാണ്. പ്രത്യേക ഭർത്താവിന് ഭാര്യയോടുള്ള ഹക്ക് ബാധ്യതയേക്കാളേറെ ഭാര്യക്ക് ഭർത്താവിനോടിപ്പുറം ഒരുപാട് കടമകളുണ്ട്, ഒരുപാട്. അയാൾക്ക് എന്തും ഇല്ലേ? അയാൾക്ക് ഉണ്ടു, ഇല്ല എന്നല്ല, അയാൾക്ക് ഉണ്ടു. നിന്റെ മാപ്പിള കൊണ്ടുപോയെങ്കിൽ അയാളെ ഡബിള് നിൽക്കുണ്ടോ? അയാളൊട്ട ഒരുപാട് ഹക്കുബാധ്യത, കടമകള്, കടപ്പാടുകള്, കണ്ടീഷനുകള്. പെണ്ണ് നിനക്കാണ്. കാരണം എന്തറിയോ? ഒന്നാമത് നീയൊരു പെണ്ണാണ്. നീ ആണുങ്ങളെ പോലെ കയ്യും വീശി നടക്കേണ്ടവളല്ല. കയ്യും വീശി നടക്കാൻ നിന്നെ പറ്റല. ഇനി നടക്കൂ എന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ നീ ഉപ്പിനങ്കടിയെത്തല. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഈ മഹിളാ സമാജ സ്ത്രീവാദികളും ആയിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. മഹിളാ സമാജ് അല്ലെങ്കിൽ ഏത് സമാജമായെങ്കിലും മോശമൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണമുണ്ട്, ചില ആൾമാർക്ക് ഒരു ധാരണമുണ്ട്. പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ അവിടെ അങ്ങനെ പെണ്ണുങ്ങ ഒരുപോലല്ല. ആണുങ്ങൾക്ക് ആണുങ്ങളേതായ ലിമിറ്റ്, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളേതായ ആ ഒരു അവസ്ഥ. അപ്പൊ പിന്നെ അവർക്ക് നൽകപ്പെട്ട കഴിവ് അവർ ഉപയോഗപ്പെടുത്തണം. ആണുങ്ങളത് അവർ ചെലവാക്കണം. അർരിജാലു ഖവ്വാമൂന അലന്നിസാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടവരാണ്. സ്ത്രീകളെ മേലെ അധികാരമുള്ളവർ പുരുഷന്മാരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, ലന്നഫ്ലഹ ഖൗമൻ ഇദാ വല്ലൗ അംറഹും ഇംറഅതാൻ. പെണ്ണിനെ അധികാരം ഏൽപ്പിച്ച ജനത, പെണ്ണിന് അധികാരം കൊടുത്ത ആൾമാറ, പെണ്ണുക അധികാരം കൊടുത്ത റായത്തങ്ങ അങ്ങ ഒരിക്കലും ബർക്കത്താവല. ലന്നഫ്ലഹ അവർ ഒരിക്കലും ജയിക്കല. എന്റെ കാരണ പെണ്ണ് ഭരിക്കേണ്ടത് നാടല്ല വീടാണ്. പെണ്ണ് ഭരിക്കേണ്ടത് നാടല്ല വീടാണ്. പെണ്ണ് വീടിന്റെ റാണിയാ, പെണ്ണ് വീടിന്റെ ഉടമസ്ഥയാ. ഹബീബുനാ റസൂലുള്ളാഹി എന്റെ ഉസ്താദേ റായനാട് ഭരിച്ചെങ്ങന്തേ, ഞങ്ങൾ നിങ്ങളെ പോലെ ഓടുന്നു നടന്നെങ്ങന്തേ, പാൻറ് ഇട്ടിട്ട് നടന്നെങ്ങന്തേ നടന്നത് കാണണ്ടല്ലേ. ഇണ്ടുണ്ട് പേപ്പറിൽ, മലയാള പേപ്പറിൽ 8 ബാല്യക്കാർ കൂടിയിട്ട് 17 വയസ്സായ ഒരു പെണ്ണിനെ ഭീകരമായ നിലക്ക് ബലാത്കാരാക്കി പീഡിപ്പിച്ചു. ഇതിന് ബാലക്കാരെ മാത്രം കുറ്റം പറയാമോ? ഒരു 50% അല്ല, ഒരു 30% വേണ്ട, ഒരു 10% വേണ്ട, ഒരു 5% പെണ്ണും അത് ഉത്തരവാദിയല്ലേ, ജവാബ്ദാരിയല്ലേ? ഓളെന്തെങ്കിലും വേണ്ടാത്ത ടൈമോളൂ എല്ലാം പുറത്ത് എളിഞ്ഞിട്ട് പോണോ? ഓളെന്തെങ്കിലും മേക്കപ്പ് ആക്കിയിട്ട് പോണോ? ഓളെന്തെങ്കിലും ആണുങ്ങൾ കാണും പോലെ സ്റ്റൈലാക്കിട്ട് നടക്കണോ? പെണ്ണല്ലേ, പെണ്ണ് എന്ന ബോധം വേണ്ടേ? നിനക്ക് പ്രതിരോധ ശക്തി കുറവാണ്. നീ എത്ര ബണ്ണത്തിന്റെ ഓളായെങ്കിലും, എത്ര ചന്തത്തിന്റെ ഐശ്വര്യ റായി ആയെങ്കിലും നീ ആണാവല. അപ്പൊ നിനക്ക് പ്രതിരോധ ശക്തി കമ്മിയുണ്ടോ? നിനക്ക് അപ്പുറം അതുപോലെ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പൊ നീ എന്താക്കണം? നിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് നീ ബേക്കടിക്കണോ? നീ നിൽക്കേണ്ടവിടെ നിൽക്കണോ? നീ ഉള്ളോടെ മേ ചന്തത്തിലെ കളിയോ? അല്ല ഉസ്താദ, കരാട്ട പഠിച്ചെങ്കിൽ എന്താക്കും നീ? അല്ല, കരാട്ട പഠിച്ചെങ്കിൽ നീ എന്താക്കും? ഇപ്പൊ അത് പൊടിയാക്കുക. അപ്പൊ ഓക്ക ആരാ അവനും കരാട്ട പഠിച്ചെങ്കിൽ അവൻ നിന്റെ പൊടിയാക്കുക. ഇത് പരിശുദ്ധമായ ദീൻ പറയുന്നു. ഇത് അവൾ അവഹേളിക്കുന്നതല്ല.
അവളെ പൊരന്റെ ഉള്ളിലിട്ട് ബന്ധാക്കണമെന്ന് പറയുന്നേ അല്ല. അവള് പളുങ്കാണ്, അവള് പളുങ്കുപാത്രമാണ്, മാണിക്യക്കല്ലാണ്, അവൾ അമൂല്യ വസ്തുവാണ്, അവൾ അമൂല്യ വസ്തുവാണ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും നല്ല ബംഗാറല്ല, ഏറ്റവും നല്ല ബംഗാറ് പെണ്ണാണ്, ഏറ്റവും നല്ല പൊന്ന് പെണ്ണാണ്, ഏറ്റവും നല്ല ബംഗാറ് പെണ്ണാണ്, ഏറ്റവും അമൂല്യമായ വസ്തു പെണ്ണാണ്. നിങ്ങെന്ത് വിചാരിച്ച പൈസ എന്നല്ലേ? വലിയ വില ഉള്ള സാമാന പൈസ എന്നല്ലേ? അല്ലേ? പൊന്നി പൈസ ഇത് ഭയങ്കര ബല എന്നല്ലേ? അല്ല, ഒരിക്കലും അല്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ദുനിയാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ. ഈ ലോകത്തുള്ളത് സകലതും വിലപിടിപ്പുള്ളതാണ്, അമൂല്യ വസ്തുക്കളാണ്. ഇവിടെയുള്ള ഓരോന്നിനും നല്ല വിലയുണ്ട്. മണ്ണിനുണ്ട്, കല്ലിക്കുണ്ട്, പൊയ്യക്കുണ്ട്, ഞങ്ങളിട്ട ചെരുപ്പിനുണ്ട്, ആ തെങ്ങിലുള്ള ഓലക്കുണ്ട്, മട്ടക്കാണക്കുണ്ട്, മടലിനുണ്ട്, ഈ കുന്തത്തിനുണ്ട്, ഈ കടലാസിന് വിലയുണ്ട്, എല്ലാത്തിനും വിലയുണ്ട്. ഈ ഭൂമിയിലുള്ള സകലതും അമൂല്യ വസ്തുക്കളാണ്, മൂല്യമുള്ള വസ്തുക്കളാണ്. എന്നാൽ ഏറ്റവും അമൂല്യമായ വസ്തു, നല്ല വിലപിടിപ്പുള്ള വസ്തു, ഏറ്റവും കൂടുതൽ വിലയുള്ള വസ്തു പൊന്നല്ല, വെള്ളിയല്ല, ചന്ദനമല്ല, അൽ മർഅതു സ്വാലിഹാ, മതബോധമുള്ള നല്ലവളായ പെണ്ണ്. കേൾക്കണോ? ഈ പറ നണ്ട കേൾക്കണോ? നണ്ട നോക്കണോ? അൽ മർഅതു സ്വാലിഹാ, മതബോധമുള്ള പെണ്ണ്, 5 നേരം നിസ്കരിക്കുന്ന പെണ്ണ്, ഭർത്താവിനോട് നല്ല പിരിശപ്പാടിൽ കഴിയുന്ന പെണ്ണ്. അയാൾ അരസപ്പെട്ടെങ്കിൽ നീ അരസപ്പെടോ തീറാ? അയാൾ അരസപ്പെട്ടെങ്കിൽ നീ പിരിസത്തിൽ വേണോ? മാപ്പിളന്റെ ഹക്ക് ബാധ്യത ഉണ്ടോ? ഞാനത് ചൊല്ലാം. അയാൾക്ക് നിന്റെ മേലെ കുറെ കടമയുണ്ടോ? അയാൾക്ക് അങ്ങനെ പോവതീറാ? അയാൾക്ക് ഒരുപാട് ജവാബ്ദാരിയുണ്ടോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിനുമുണ്ടോ? എന്നാൽ ഭാര്യമാര്, എന്റെ വാല് കേൾക്കുന്ന പെണ്ണുങ്ങള്, നിങ്ങൾക്കാണ് അവരോട് ഏറെ ബാധ്യതയുള്ളത്. കാരണം എന്തറിയോ? ശേഷി കൊണ്ട്, ക്ഷമിഷി കൊണ്ട്, ശക്തി കൊണ്ട്, എല്ലാം കൊണ്ടും അവരെ അപേക്ഷിച്ച് ബലഹീനരായ നിങ്ങ അല്ലേ? ആണുങ്ങളെക്കാളും ബലഹീനരാണ് പെണ്ണുങ്ങ, ആണുങ്ങളെക്കാളും ശക്തി കുറഞ്ഞവരാണ് പെണ്ണുങ്ങ, ആണുങ്ങളെക്കാളും എല്ലാം കൊണ്ടും ബേക്കാണ് പെണ്ണുങ്ങ. അങ്ങനെയുള്ള പെണ്ണുങ്ങളാകുന്ന ചില പെണ്ണുങ്ങളെ ഭാര്യമാരായി സ്വീകരിച്ച് കാലം മുഴുവനും കണ്ണടക്കുന്നത് വരെ ആ ഭാര്യമാർക്ക് വേണ്ട പാർപ്പിടങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നൽകി പോറ്റുന്നത് ഭർത്താവാണ്. അവളതാ മക്കളെ കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചത് ഭർത്താവാണ്. ഇതെല്ലാം ചൊല്ലും. പിന്നെ ഭർത്താവ് ചിരിക്കണ്ട, നിക്കോണ്ടോ എന്നാ പറ, അപ്പുറത്ത് പറ. അങ്ങനത്തെ എല്ലാം നേരാക്ക ഫസ്റ്റ്. കാരണം എന്തേ? അങ്ങനെ നേരായെങ്കിൽ നിങ്ങൾ നേരായാറ്, നിങ്ങൾ നേരായെങ്കിൽ അങ്ങ് നേരാവല, അങ്ങനെ നേരായെങ്കിൽ നിങ്ങൾ വേറായെങ്കിലും സാരമില്ല, നിങ്ങൾ നേരാവും. മാപ്പിള കള്ളുകുടിയനാണെങ്കിലും പെണ്ണ് നല്ലവളാണെങ്കിൽ കള്ളുകുടിയനായ മാപ്പിള പോലും നന്നാവും. അതേ സമയത്ത് പെണ്ണ് കള്ളു കുടിക്കുന്നവളായാൽ മാപ്പിള ഡബിൾ കുടിക്കും. ആരും ഉണ്ടെന്നില്ല പോ, എന്താ കറക്റ്റ് അല്ലേ? നിങ്ങൾ നോക്കുമ്പോൾ എത്ര ആൾമാർ കുടിച്ചിട്ട് ഭംഗി വലിച്ചിട്ട് അതിൽ നടന്നിട്ടുള്ളാറ്, മെന്റൽ പേഷ്യൻ്റായിട്ട് കങ്കനാടിയിലുള്ളാറ്. നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അവർക്ക് ഒരു മുക്കാമുക്കി ബേട്ടിയാവറു ഒന്ന് കേൾക്കൂ. എന്തെല്ലാം നീ ഇങ്ങനായോ? നീ ഭയങ്കര നല്ല എൻ്റെ അബ്ബക്ക് തോട്ട കണ്ടല്ലുണ്ട്, നീ എന്തിങ്ങനെ ചെല്ലണല്ല, പെണ്ണ് കെട്ടിയിട്ടല്ല പോയി, ഇങ്ങനായമേ പെണ്ണ് കെട്ടി. പിന്നെ എന്തേ ആ മലാമത്ത് ബന്നിട്ട് പൊക്കിയമ്മേ പോയാ അല്ല പോയാ ബർബാദായി. എന്തേ ബന്നതേ അങ്ങത്തത്? അതേ സമയത്ത് നല്ലവളായിരുന്നെങ്കിൽ കാട്ടുകന്നാലിയാണെങ്കിൽ പോലും നന്നാവട്ടെ, കള്ളുകുടിയാനാണെങ്കിൽ പോലും അവള് മാറ്റിയെടുക്കട്ടിയായിരുന്നോ? അവള് നല്ലവളാകണം. പെണ്ണ് നന്നായോ നാട് നന്നായി, പെണ്ണ് നന്നായോ വീട് നന്നായി, പെണ്ണ് നന്നായോ ജനങ്ങള് നന്നായി. ഇങ്ങനെ ചന്തത്തിന്റെ മേക്കപ്പ് ഇട്ടിട്ട് റഹ്മാനായ റബ്ബേ ചുണ്ടുക്കല്ല തേച്ചാള്, കണ്ണുകും പൊറത്തിയാള്, ടൈറ്റിന്റെ പൊർക്ക് ഇട്ടിട്ട് എന്തു ഈലങ്ങനെ പോകുമ്പോത്തുകൂ ആ മേക്കപ്പ് ആക്കിയിട്ട് ആ ചരിഞ്ഞിട്ടും തുള്ളിയിട്ടും നടക്കുമ്പോത്തുകൂ ആരെല്ലാം നോക്കാത്തോ? ഉസ്താദുമാർ നോക്കി പോവാറ്.
ആ സ്റ്റൈലല്ലേ ഓളെ നടത്താം അല്ലേ? ബുർക്കമേ അങ്ങത്തത്, ബുർക്കം അങ്ങത്തത് തന്നെ. ഇവിടുന്ന് ഫർദ് അങ്ങത്തത്. പണ്ടുള്ള പെണ്ണുങ്ങൾ ഫർദ് ധരിച്ചെന്തിനാ? എന്തിന്? ഔറത്ത് കാണാതിരിക്കാൻ, ആണുങ്ങളെ കാണാതിരിക്കാൻ, ആണുങ്ങൾ ആകർഷിക്കാതിരിക്കാൻ, ആണുങ്ങൾക്ക് പിന്നെ ഇത് അവർക്ക് ഞങ്ങളായിട്ടൊരു ഇതുണ്ടാവാതിരിക്കാൻ, അവരിൽ നിന്നിട്ടൊരു വ്യത്യാസമായിട്ട് കാണാൻ. അതിനായിരുന്നു പഴയ കാലത്ത് ജിൽബാബ് ഫർദെല്ലാം ധരിച്ച്. ഇന്ന് നീ ഫർദ് ഇട്ടങ്ങാണ് ഏറെ ചന്തം അല്ലേ? ഫർദ് അങ്ങത്തതില്ലേ 4444 കളറ്, 3313 ഡിസൈന്, 786 ബട്ടണ്, 1114 സ്റ്റിച്ച്. എന്ത് ഖുർആന്റെ ആയത്ത? നിങ്ങൾക്ക് 4 ബുർക്ക. ചില മാപ്പിളമാർ നല്ലോണം പെഞ്ഞായിമാരുടെ പലയിടത്തറാറ്. നിങ്ങൾക്ക് 4 ബുർക്ക. അല്ല, അങ്ങനെ ഉണ്ട്. ഓരോരോ ബിരുന്നക്ക് ഓരോരോ ബുർക്ക, ഓരോരോ ഹാളുടെ മൺകലത്തേക്ക് ഓരോരോ ബുർക്ക. എന്നാ പെണ്ണ് കേട്ടോ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവളാണ്. നല്ല പോലെ കേൾക്കണേ എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, നല്ല പോലെ കേട്ടോ. പിരിശപ്പെട്ട പെങ്ങള് നല്ല അത് അളക്കതാരി മുസ്തല്ലേ? വരൂ സാർ, ഇങ്ങരി. നമ്മുടെ ഏറ്റവും വലിയൊരു ആത്മീയ സുഹൃത്താണ്, പ്രഗത്ഭനായ ഒരു സദർ മുഅല്ലിമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നാടാ അല്ല കൂടെ വീടാ? ഇന്നലെ എവിടെയോ കണ്ട പോലെയായി. അള്ളാഹു തആല സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. ഇരിക്കൂ സാർ. ഉമ്മമാര് കേട്ടോ, പെങ്ങള് കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല പോലെ പഠിക്കണേ. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ആക്ഷേപിക്കുകയല്ല, നിങ്ങളെ പരിഹസിക്കുകയല്ല, നല്ല പോലെ കേൾക്കണോ. നിങ്ങൾ നല്ലങ്ങ പെണ്ണുങ്ങളെ, നിങ്ങൾ നല്ലങ്ങ, നിങ്ങൾ നല്ലോറ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ സ്നേഹമുള്ളവരാണ്, നിങ്ങൾ അനുകമ്പയുള്ളവരാണ്, നിങ്ങൾ വാത്സല്യം നിറഞ്ഞവരാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളായ നിങ്ങള് ഒരിക്കലും അള്ളാന്റെ പൊരുത്തക്കേടിന് പാത്രീഭൂതരാകരുത്, അള്ളാന്റെ ശാപമേറ്റവരാകരുത്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, നല്ല പോലെ കേൾക്കണേ പെണ്ണ്. ഭർത്താവിന്റെ എന്തെങ്കിലും ഒരു ദുസ്വഭാവം കണ്ടിട്ട് അയാളെ നീ നല്ല പോലെ ഉപദേശിച്ച് മാറ്റിയെടുക്കണോ. അയാൾക്ക് നീ നല്ല പോലെ ഉപദേശിക്കണോ. അയാളോട് നീ നല്ല പോലെ പെരുമാറണോ. എങ്ങനെ പെരുമാറണോ കൊന്തുണ്ടാ നീ ഭദ്രകാളിയായിട്ട് പോവുകതീറ. അയാളെ മുട്ട നീ ഭദ്രകാളിയായിട്ട് പോവുതീറ. രാക്ഷസിയായിട്ട് നീ അയാളൊട്ട് പേസാകുതീറ. പിന്നെയാ നീ അയാളെ നല്ല പിരിശം കാട്ടിയിട്ട് അയാളെ മാറ്റണോ. അങ്ങനെ പെഞ്ഞായി മറിഞ്ഞൊന്നങ്ങാറ്. നല്ല പെണ്ണിന്റെ ലക്ഷണം എന്തോ? നല്ല പെണ്ണ് നിക്ക്, നിന്റെ പെഞ്ഞായി, നീ കെട്ടിയ പെഞ്ഞായി, നിക്ക് കിട്ടിയ ഭാഗ്യ, നീ കെട്ടിയ പെഞ്ഞായി, നീ ഏറ്റവും നല്ല പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്, നിക്ക് ഒറ്റടിക്ക് മാർക്കിടുകയോ. എങ്ങനെ? നിന്റെ പെഞ്ഞായി നല്ലോള അല്ലേ? എന്റെ പെഞ്ഞായി, എന്റെ ഭാര്യ നല്ലവളാണോ അല്ലേ? സ്വാലിഹത്തായ പെണ്ണാണോ അല്ലേ? എനിക്ക് കൂച്ചായവളാണോ അല്ലേ? ഫിറ്റായവളാണോ അല്ലേ എന്ന് എനിക്കറിയാൻ കഴിയും. എങ്ങനെ അല്ല ഉസ്താദ്, നിസ്കരിക്കുന്ന നോക്കണോ? ഒക്കെ നിസ്കാരം ആരും നിസ്കരിക്കാത്ത അമ്മായിരൊട്ടം ഉണ്ടാത്ത മർമോ നിസ്കരിച്ചോണ്ടില്ലേ? മർമോലൊട്ടം ഉണ്ടാത്ത അമ്മായി നിസ്കരിച്ചോണ്ടില്ലേ? അപ്പറൊട്ടം ഉണ്ടാത്ത മോണ നിസ്കരിച്ചോണ്ടില്ലേ? ഇല്ലേ? ആങ്ങളമാരൊട്ടം ഉണ്ടാത്ത പെങ്ങന്മാർ നിസ്കരിച്ചോണ്ടില്ലേ? നിസ്കാരം എല്ലാവർക്കും ഉണ്ടു. നിസ്കാരം നോക്കിയിട്ട് നിങ്ങൾ ആരെയും വിലയിരുത്തണ്ട. മുത്തുനബി തങ്ങൾ പറയുകയാ, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറുൻ നിസാ ഇങ്ങോട്ട് നോക്ക്. അതാ മക്കളെ പ്രപോചലോ. അതാ ബോട്ടി പുഗ്യന്ത്രത്തിനോണം ദൈവമോടെ ഇതേയോടെ അല്ല അപ്രഭം അല്ലെന്തേ. ഏറ്റവും നല്ല ഖൈറായ പെണ്ണ്, നിനക്ക് ഫിറ്റായ പെണ്ണ്, നല്ലവളായ പെണ്ണ്. ഇമ്രഅത്തുന്നതൊരു പെണ്ണാണ്. ആരറിയുമോ അവള്? ഇദാ നളർത ഇലൈഹാ സർറത്ക.
നീ അവളെ നോക്കിയെങ്കിൽ നിന്റെ എല്ലാ ബേജാറും പോകും. നിനക്ക് കുറെ കടവുണ്ടോ, നിന്റെ ഔത്തുക്ക് ഓടിട്ടിട്ടില്ലേ, നിന്റെ കിച്ചണ് ബാർത്തിട്ടില്ലേ, നിന്റെ അങ്ങാടിയിൽ ഇപ്പൊ കൊറോണ ആയിട്ട് കച്ചവടം ഒന്നും ഇല്ലേ, നിന്റെ ചെറിയ കിടാവുക എപ്പോ നോക്കും വയർ നമ്പല, നിന്റെ ഉമ്മക്ക് ഷുഗർ 500 വന്നു, അബ്ബക്ക് പ്രഷർ 756, നിന്റെ ടെൻഷൻ ഭയങ്കര എന്നെങ്ങോ നിന്റെ പെഞ്ഞായന്റെ മുട്ട നീ പോയിട്ടാകുമ്പോഴത്തേക്കും നിന്റെ ടെൻഷൻ നിന്റെ ബേജാറെല്ലാം പോയി. എന്തേ? അവളെ ഫേസിങ് അങ്ങനെ, അവളെ ആറ്റിറ്റ്യൂഡ്, നിന്നോട്ടുള്ള ആ ഒരു കോണ്ടാക്ട്, ആ ഒരു കണക്ട്, ആ ഒരു ബന്ധ, ആ ചന്തത്തിൽ എന്താ നിങ്ങെന്താ ഒരു മൂഡ് ഓഫിലും എന്തല്ലേ നിങ്ങൾ പോകുമ്പോഴത്തേക്കും നല്ല റാഹത്തിൽ നറസുബയ്ക്ക് നല്ല ചന്തത്തിൽ പോയിരാറ്. നിങ്ങൾ പിണ്ടി തിന്നാണ്ട് അപ്പം തിന്നാണ്ട് പോകുമ്പോഴത്തേക്ക് എന്നൊക്കെ ഭയങ്കര വയറ് കത്തിറ് ആയെങ്കിലും പോകുമ്പോഴത്തേക്കും നല്ല റാഹത്ത് തിന്നാറ്. ഇപ്പം നിങ്ങൾ വന്ന എന്ത് ഇത് മൂടല്ല മീടല്ല, നിങ്ങളെ മീടല്ല അല്ലേ, മീടെന്നല്ല പറയാം അല്ലേ, അല്ലേ മുഖ, നിങ്ങളെ മുഖമല്ല അല്ലേ, നിങ്ങളെ അല്ലേ അല്ലേ സാർ മുഖ, നിങ്ങളെ മുഖമല്ല എന്തിങ്ങനെ കറുത്തോ, നിങ്ങൾ എന്തേ ത്രിട്ടേഡ്, നിങ്ങൾ ചട്ടല്ല മാറ്റം നോക്കാം കൊടുക്കൂ. അതിലെ ബട്ടൺ നീ എടുക്കണോ, പെഞ്ഞായി നീ എടുക്കണോ, ഇന്നത്തെ പെഞ്ഞായി കൗത്ത് പിടിക്കും ആള് നോക്കാം, കൊടുക്കെടുക്കാം ബട്ടൺ എടുക്കാൻ ചെന്നിട്ട്. അങ്ങനത്തെ പെഞ്ഞായി വേണില്ലേ യോ ഉസ്താദ് എന്നൊക്കെ, അങ്ങനത്തെ പെഞ്ഞായി കിട്ടൊക്കെ വേണേ നിങ്ങൾ ദ്വാരക്കണോ ഉസ്താദ് ഒക്കെ, നീ അങ്ങനെ ആണതല്ലേ, നീ തല്ല അങ്ങനെ ആണോ, നീ അങ്ങനെ ആയെങ്കിൽ ഇൻഷാല്ലാ കിട്ടുന്നു. നീ ദീനിയാണോ, നീ ദീനിയായതിലേക്കേ ചേരൂ, ദീനിയായതായ ദീനിയത്തുള്ള പെണ്ണെ നിനക്ക് കിട്ടൂ. നല്ല പെണ്ണിന്റെ ലക്ഷണം നിന്നെ എല്ലാ നിലക്കും അവള് സമാധാനിപ്പിക്കും. ഇതാ നളർത്ത ഇലൈഹാ സറത്തുക, മുത്തുനബി തങ്ങൾ പറഞ്ഞു. അതെ അതെ, പൂമുഖവാതിൽക്കൽ പുഞ്ചിരി തൂകുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എന്തല്ലേ ചൊന്നോ പിടിയായ നിങ്ങക്ക്, നിങ്ങക്കല്ലേ ആരെ പിടിയാവാനായ അങ്ക് ആ തോട്ടത്തിലുള്ള വാടുള്ള വാടുള്ള പെണ്ണുങ്ങ ഉടമേല കേക്കണം, നല്ല പോലെ കേക്കണം. ഇനി എത്ര പേപ്പറിൽ വിഷയമേ അങ്ങനെ കണ്ട എത്ര ജകള ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇതേ വിഷയമേ ഇത് ഞങ്ങളെ സമുദായത്തിൽ തെളിയാറ്. മാപ്പിള പെഞ്ഞായിരോട്ടെ എപ്പൊ നോക്കിയും കിടമ പിന്നെ ഗുലുമാലാണ്. ഭാര്യ ഭർത്താക്കന്മാർ നേരെയില്ല, പരസ്പരം മനപ്പൊരുത്തമില്ല, പിരിശപ്പാടില്ല, ഒരു റാഹത്തില്ല. എന്താ കാരണം? രണ്ടാളും ദീന് നോക്കിയിട്ട് പെണ്ണ് കെട്ടിയിട്ടില്ല, കാശും പൊന്നു നോക്കിയിട്ടാ കെട്ടിയത്. കാശും പൊന്ന നോക്കി കെട്ടിയ ഹബീബായ നബി തങ്ങൾ പറയുന്നു, നല്ല പെണ്ണിന്റെ ലക്ഷണമാണ് അവളെ കണ്ടാൽ നിന്റെ ബേജാറ് മാറും കേട്ടോ. നീ പണിയെല്ലാം കഴിഞ്ഞിട്ട് സൊറ കഴിഞ്ഞിട്ട് നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് വിഷമിച്ച എല്ലാം കഴിഞ്ഞ് നിന്റെ ജോലി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് 1000 ടെൻഷനുകളായി 1000 ബേജാറുകളായി ഒരുപാട് തലനോവുമായിട്ട് നീ നിന്റെ പൊരന്റെ ഉൾഗത്തേക്ക് പോകുമ്പോ അവിടെ ബാദലിന്റെ ഉമ്മറപ്പടിയിൽ നിന്നിട്ട് നീ ഫസ്റ്റ് കണ്ടാറ ഗൊന്തുണ്ട നിന്റെ കാത്തോണ്ടുള്ള നിന്റെ പെഞ്ഞായര അവളെ നോക്കിയപ്പോ അവ നിന്നെ കണ്ടപ്പോ അവളെ നീ കണ്ടപ്പോ സറത്തുക നിന്റെ മനസ്സിന്റെ എല്ലാ ദുഃഖതുമാണ് മാറിപ്പോയി, നിന്റെ ബേജാറ് മാറിപ്പോയി. അവളെ കാണുമ്പോ നിന്റെ മനസ്സ് റാഹത്തായി. അതാണ് നല്ല പെണ്ണ്, സ്വാലിഹത്തായ പെണ്ണ്. ഞങ്ങളെ പെണ്ണിനെ കാണുമ്പോ ഞങ്ങളെ ദുഃഖം ഏറുന്നമ്മ കുറയുന്നമ്മ? നല്ല പെണ്ണാണ് പൊരന്റെ ഉള്ളിലുള്ളതെങ്കിൽ വിഷമവും കഷ്ടപ്പാടും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും ടെൻഷനുമുള്ള ഭർത്താവൂ ഒരു കൗത്തങ്ങെത്തിയങ്ങ് മയ്യാവും. എന്നെ പെഞ്ഞായി അവിടെ ഉള്ള ആള് എന്തൊന്നും ആക്കിയിട്ട് തറുവാൾ ഇൻഷാ അല്ലാ ചൊന്നിട്ട് വേഗ പാഞ്ഞുണ്ട് പോറുവാ. എന്തേ നല്ല പെഞ്ഞായി അവൻ വേഗ പാഞ്ഞുണ്ട് പോറു ഒരു കൗത്തകെത്തിയ മയ്യാവും. പക്ഷേ ഒന്ന് വീട്ടിലേക്ക് എത്തിയാൽ നന്ന്, എന്തേ എല്ലാം തീരും, അവിടെ എത്തിയ എല്ലാ വിഷമം തീരും. ഇപ്പത്തെ മാപ്പിളമാർ എങ്ങനെ ഒരിക്കൽ പുറത്തു പോയിന്ന നല്ല ഒരിക്കൽ പുറത്തു പോയിന്ന നല്ല ഇത് പോവാം. എന്താ ഇപ്പം പോകണ്ടോ? അവിടെ കളി തുടങ്ങിയിട്ടില്ലേ? കളി എപ്പോ വേണമെങ്കിൽ തുടങ്ങട്ട്, ഗ്രൗണ്ടിൽ എപ്പോ വേണമെങ്കിൽ തുടങ്ങട്ട്. നാണിപ്പമേ പോണ്ട, ഉൾക വേണ്ട ഉൾക വേണ്ട ഉൾക വേണ്ട. എന്തേ അങ്ങനത്തെ അവസ്ഥയാണ് പൊരന്റെ ഉള്ളില്. ഭദ്രകാളിയുടെ സ്വഭാവം, നല്ലൊരു സ്നേഹമൂർന്ന ഭാഷയില്ല, നല്ലൊരു ഇതില്ല. മാപ്പിളന്റെ പേര് ചെന്നിട്ട് വിളിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്. അബ്ബാസ് നീ വാട്ടില്ല ഏതാ ചായ വെച്ചിറ അബ്ബാസ് സാറ് ഇളമല്ല മാപ്പിള, സ്വന്തം മാപ്പിളന്റെ പേര് ചെന്നിട്ട് വിളിക്കുന്നത്. ഇപ്പൊ അതൊരു ട്രെൻഡ് വിള, ഇപ്പൊ അതൊരു സ്റ്റൈൽ. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു മസാല അങ്ങനെ അബ്ബന്റെ അബ്ബനെ അബ്ബന്ന് വിളിക്കാമാ. പിന്നെ ആരാ വിളിക്കുന്നത്? നീ അബ്ബന്റെ അബ്ബ അണ്ണാച്ചിരമ്മ ആ നാരസ വെള്ളിപ്പിക്ക് മണ്ടല്ലോ ഓർത്താ അവിടെ നീ വിളിക്കില്ല അബ്ബാന്ന്.
എന്തേ ഇയാൾ അബ്ബാന്ന് വിളിക്കാണ്ട്? നന്റെ അബ്ബർ അബ്ബർ നിക്കെന്തെ അബ്ബാന്ന് വിളിക്കാണ്ട്? എന്താ വിളിക്കാതെ? അബ്ബന്റെ അബ്ബ അബ്ബയാണ്. അതിന് ഖുർആനിൽ തെളിവുണ്ട്. ഇതിപ്പോ ചർച്ച അത് അബ്ബന്റെ അബ്ബന് അബ്ബന്റെ അബ്ബനല്ല, മാപ്പിളന്റെ അബ്ബ സോറി, മാപ്പിളന്റെ ഉപ്പാനെ അബ്ബാന്ന് വിളിക്കാമോ, ഉപ്പാന്ന് വിളിക്കാമോ ഉള്ള ചോദ്യം. അതിന്റെ മുന്നേ മാപ്പിളിനെ അങ്ങനെ വിളിച്ചോണ്ടുള്ള അബ്ബാസ് സുലൈമ ഇലബാ. ആറ് സുലൈമ? ക്ലബിന്റെ സെക്രട്ടറി അല്ല, മാപ്പിള. SBT ബസിന്റെ ക്ലീനർ അല്ല, മാപ്പിളനെ വിളിക്കണോ? സ്വന്തം പേര് പറഞ്ഞിട്ട്. പടച്ച റബ്ബ് പോലും ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പേര് പറയുമ്പോ പേര് പറയാൻ നാണിച്ചിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് പോലും ഖുർആനിൽ ദമ്പതിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മാപ്പിള പെഞ്ഞായിമാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും പടച്ച റബ്ബ് അവരുടെ പേര് പറയാൻ കുറച്ച് മടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, തബ്ബത് യദാ അബീ ലഹബ്. അവിടെ മാപ്പിളന്റെ പേര് പറഞ്ഞപ്പോ ഓന്റെ ഭാര്യയെ പറ്റി അല്ല പേര് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞെന്തറിഞ്ഞ വംറഅതുഹു, അവന്റെ പെണ്ണ്, അവന്റെ പെണ്ണ്. എന്റെ പേര് ചൊന്നാത്തോ? ആ പേര് ചൊല്ലാതിരിക്കുന്നതിന്റെ കാരണം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മാപ്പിള പെഞ്ഞായിമാരുണ്ടല്ലേ, പേര് വിളിക്കുന്നത് കുറച്ച് ജാഗ്രത ആക്കണം. മാപ്പിളക്ക് വിളിക്ക, ആ പേര് വിളിക്കുമ്പോ എങ്ങനെ വിളിക്കണോ? നല്ലൊരു പിരിസപ്പാട് കൂട്ടിയിട്ട് വിളിക്കണോ? ഒരു കറല, നന്റെ മുത്തോ, നന്റെ കണ്ണ്, അങ്ങനെ വിളിക്കണം. എന്നും അത് ബേഗോ കൂടുമ്പോ ബേഗോ കൂടും, ബേഗോ കൂടോ. നീ പെറോന്ന് കൊടുത്തോണ്ടോ? അപ്പോ പെറോന്ന് കൊടുത്തോണ്ടോ? അപ്പൊ അത് പാലിക്കത്ത് തീരും, സലാമത്താവും. നോട്ടീസ് അത് കഞ്ചുള്ള വർഷം അല്ല, അത് ഒരാൾ ഓതിയത് പിന്നെ ഒരാൾക്ക് കൊടുക്കും. ഇപ്പൊ നോക്കും, മാപ്പിളമാരുടെ പേര് വിളിക്കാൻ പാടില്ല, അതിപ്പോ കേടാണത്. അവിടെ പിരിശപ്പാട് കുറയും, അവിടെ സ്നേഹബന്ധം കുറയും. ഇക്കാന അല്ലെങ്കിൽ ആ പണ്ടത്തെ നിങ്ങൾ നോക്കൂ, പഴയ കാലത്തുള്ള ഞങ്ങളെ ഉമ്മമാർ, പിന്നെ എന്താ അജ്ജിമാർ, വലിയുമ്മമാർ, അവരുടെ മാപ്പിളമാരുടെ പേര് പറയില്ലല്ലോ. നിങ്ങൾ അയാളെ പേരെന്തേ? അത് നിന്റെ കുഞ്ഞമ്പറ മോൻ്റെ പേരില്ല. കാരണം കുഞ്ഞമ്പറ മോൻ്റെ പേര് അബ്ബാസ്, ഈ മെൻ്റെ മാപ്പിളുടെ പേരും അബ്ബാസ്. ഈ മതി ചെല്ലല്ലോ. എന്തേ മാപ്പിളുടെ പേര് ഇപ്പ അബ്ബാസ്, കുഞ്ഞുമോണോ ഇബ്ബായി ഇതല്ല. നോക്കൂ, നിങ്ങൾ പിരിസപ്പാടും ചെന്ന ആ ഒരു ബഹുമാന, റെസ്പെക്ട്, പിരിസപ്പാട് അത് ഇന്നത്തെ ഈ ന്യൂ ജനറേഷനിൽ ഇല്ല. പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കണം, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയല്ല. നിങ്ങൾ നല്ലവരാ, നിങ്ങളെ നല്ലാവണമെന്നല്ല കാത്തതാണ്. നിങ്ങൾ നാളെ സ്വർഗത്തിൽ നേതൃത്വം കൊടുക്കേണ്ടവരാണ്. സ്വർഗലോകത്തുള്ള ഹൂറുള്ളീങ്ങളെക്കാളേറെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, റഹ്മാൻ സൂറത്തിൽ പറഞ്ഞല്ലോ, സ്വർഗലോകത്ത് അല്ലാഹു പടച്ചു വച്ച സുന്ദരികളായ പെണ്ണുങ്ങള്, ഹൂറുള്ളിസാനിങ്ങള്, അതേ സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാണ്, വർണ്ണിക്കാൻ കഴിയാത്ത സ്റ്റൈലിന്റെ ഉടമകളാണ് സ്വർഗത്തിലുള്ള ഹൂറുള്ളീങ്ങള്. അതേ അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. സ്വർഗലോകത്ത് അല്ലാഹു നമുക്ക് പടച്ചു വെച്ച പെണ്ണുങ്ങളെ ചന്തോ, അവരുടെ ചന്തോ, ഹൂറുള്ളീങ്ങളെന്ന പെണ്ണുങ്ങള്, ഹൂറുള്ളിസാനീങ്ങളെന്ന പെണ്ണുങ്ങള്, ആ പെണ്ണുങ്ങളെ ചന്തത്തിന്റെ ഒരു സാമ്പിള് പറയണ. അവരുടെ മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. ഹൂറുള്ളീങ്ങളുടെ എതിർത്ത പല്ലിന്റെ ചന്ത കണ്ടിട്ട്, മുഖത്തിന്റെ ചന്ത കണ്ടിട്ടില്ല, ജിബ്രീല് കണ്ടിട്ടില്ല, ഇനി തടിന്റെ ചന്ത ഫുള്ള് കണ്ടിട്ടില്ല. പിന്നെയാ മുമ്പല്ലിന്റെ ചന്ത ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ, ഹൂറുള്ളീങ്ങളെ എതിർത്ത പല്ലിന്റെ സ്റ്റൈലൊന്ന് കണ്ടപ്പോ വികാരമില്ലാത്ത ജിബ്രീല് പോലും അന്തം വിട്ടുപോയി. പിടിയായിട്ടില്ല നിക്ക്. സ്വർഗലോകത്തെ പെണ്ണുങ്ങളുടെ ചന്ത കണ്ടതല്ല ജിബ്രീല്. ഏതോ ഒരു നിമിഷത്തില്, ഏതോ ഒരു ടൈമില്, ഏതോ ഒരു നേരത്ത് മഹാനായ ജിബ്രീൽ ആര്? മൂസ കുഞ്ഞിന്റെ മോനല്ലേ? ചൊല്ലറു അലൈഹിസ്സലാം. ജിബ്രീൽ സയ്യിദുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, സയ്യിദുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, സാഹിബുൽ വഹി മലക്ക് ജിബ്രീൽ, സാഹിബുർ റസൂൽ മലക്ക് ജിബ്രീൽ. അവർക്ക് വികാരങ്ങളില്ല,
ഉണ്ടാ? മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളുണ്ടാ? മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളില്ല. മലായിക്കത്തീങ്ങൾക്ക് അരസ വരല, മലായിക്കത്തീങ്ങൾക്ക് പിരിസ വരല, മലായിക്കത്തീങ്ങൾക്ക് വികാരം വരല, മലായിക്കത്തീങ്ങൾക്ക് അങ്ങനത്തെ വികാരം എന്നൊന്നും മലായിക്കത്തീങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് വികാരം മാത്രം, വിചാരങ്ങളില്ല. മലായിക്കത്തീങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രം. മൃഗങ്ങൾക്ക് വിചാരങ്ങളില്ല, വികാരങ്ങൾക്ക് മാത്രം. എന്നാൽ മനുഷ്യർക്ക് രണ്ടുമുണ്ട്. ഈനെ ജണ്ടു ഒപ്പിച്ചിട്ട് അല്ല പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ടെത്തിയെങ്കിൽ മലായിക്കത്തീങ്ങളെക്കാളും ടോപ്പിലേക്ക് മനുഷ്യന് പോവാം. മനസ്സിലായിട്ട? പിടിയായിട്ടില്ല എനിക്ക്. വികാരങ്ങളില്ലാതെ അള്ളാന്റെ കൽപ്പന വിവേകത്തോടെ നിർവഹിച്ചു പോകുന്നവരാണ് മലായിക്കത്തീങ്ങൾ. അവർക്ക് വികാരങ്ങളില്ല, അവർക്ക് ലൈംഗികത്തെ അങ്ങത്തെ ചിന്തൊന്നുമില്ല. മൃഗങ്ങൾക്ക് വിവേകമില്ല, അവർക്ക് വികാരങ്ങൾ മാത്രം. അവർക്ക് ലൈംഗികത്വം ഉണ്ടോ? അതിന് ടൈമും ഇല്ല, ജാഗവും ഇല്ല, എന്തും ഇല്ല, അവിടെ അല്ലേ? എന്നാൽ മനുഷ്യര് അവർക്ക് വികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ വിവേകങ്ങളും ഉണ്ട്. ഈ വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിച്ചാൽ മലായിക്കത്തീങ്ങളെക്കാളും മേലെ പോകാം മനുഷ്യരായ നമുക്ക്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. എന്നാൽ വികാരമില്ലാത്ത ജിബ്രീല, പെണ്ണിന്റെ ആശയില്ലാത്ത ജിബ്രീല, പെണ്ണിന്റെ സ്റ്റൈലിന്റെ ബാക്കിൽ പോവാത്ത ജിബ്രീല, ലൈൻ അടിക്കാനോ കമന്റ് അടിക്കാനോ ഐ ലവ് യു പറയാനോ അറിയാത്ത ജിബ്രീല, ഒരു നിമിഷത്തിൽ അതാ സ്വർഗത്തിന്റെ ഹൂർലീങ്ങളെ കണ്ടു. അല്ല ഹൂർലീങ്ങളെ കണ്ടതല്ല, ഹൂർലീങ്ങളെ ചന്തം ഫുള്ള് കണ്ടിട്ടില്ല, ഹൂർലീങ്ങളെ മുഖത്തിന്റെ ചന്തം കണ്ടിട്ടില്ല. മുമ്പല്ലേ എതിർത്ത പല്ല, ഫ്രണ്ടിലെ പല്ല. എന്തായാലും നിങ്ങക്ക് ഇനി ഏത് ഭാഷയിൽ ചൊല്ലണോ ബാവാ? ആ ഹൂർലീങ്ങളെ എതിർത്ത ഫ്രണ്ടിന്റെ ഫ്രണ്ട് പല്ലിന്റെ ചന്ത കണ്ടപ്പോ വികാരങ്ങളില്ലാത്ത ജിബ്രീല് പോലും ഔഹാരിതറു, ഗാബരി കൊണ്ടറു, പരിഭ്രാന്തരാദറു. അപ്പൊ നീ മുറ്റ കാട്ടി നിങ്ങൾ എന്താ വിട്ടിയെ? സ്വർഗത്തെ ജാരിട്ട് കണ്ടു പോളിട്ടിയെ. കാരണം എല്ലാ കട്ടോളം തപ്പട്ടി നിന്റെ. ഇത് ഇല്ലാത്ത ജിബ്രീലിന്റെ അവസ്ഥ അതാണ് ഹൂർലീങ്ങള്. നിങ്ങെന്ത് വിചാരിച്ചാർ? എന്നാ ഉമ്മ കേട്ടോ, പിരിശപ്പെട്ട പെങ്ങള് കേട്ടോ, നാളെ സ്വർഗലോകത്തെത്തിയാൽ ആ ഹൂറുള്ളിങ്ങളെക്കാളേറെ ഈ പറയപ്പെട്ട ചന്തത്തിന്റെ മുത്തുരത്നങ്ങളാകുന്ന ഹൂറുള്ളിസാനിങ്ങളെക്കാളേറെ ചന്തവും സ്റ്റൈലും ചേലും ഭംഗിയും എല്ലാം ഉള്ളത് നല്ലവരായ സ്വർഗത്തില് പോയ ഞങ്ങളെ ഉമ്മാക്കാട്, ഞങ്ങളെ പെങ്ങൾക്കാട്, ഞങ്ങളെ പെണ്ണുമോൾക്കാട്. ഒരിക്കലും ഹൂറുള്ളിങ്ങൾ ഓരക്കാലും വലിയല്ല. അല്ല നഹ്നു സ്വായിമാതോ ഫലാ സുംതുന്നാ അബദാ, ഫലാ സുംതുന്നാ നഹ്നു ഖായിമാതോൻ ഫലാ കുംതുന്നാ അബദാ, ഫലാ കുംതുന്നാ നഹ്നു സകിയാതോ ഫലാ സുകുതുന്നാ അബദാ, ഫലാ സുകുതുന്നാ. സ്വർഗലോകത്തേക്ക് പോയ ഞങ്ങളെ നല്ലവരായ ഉമ്മാനെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ പെഞ്ഞായിമാരെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ പെണ്ണുമക്കളെ പെങ്ങന്മാരെ കാണുമ്പോ, സ്വർഗലോകത്തിന്റെ ചന്തത്തിന്റെ കുട്ടികളായ ഹൂറുള്ളീങ്ങളെ കിബറാക്കോ? അങ്ങ് ചൊല്ലുവാറി നിങ്ങ എന്തല്ലേ ഞങ്ങൾ നോക്കൂറില്ലേ? ഞങ്ങൾ ഊടമേ ഇന്ന ഞങ്ങൾ ഭയങ്കര ഹാപ്പിയില്, ഞങ്ങൾ ബെയിൽ കൊണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ബേർത്തിട്ടില്ല, ഞങ്ങൾക്ക് ചേറായിട്ടില്ല, മേള് മണ്ണായിട്ടില്ല, ഞങ്ങളെ മേള് നാറിയിട്ടില്ല, ഞങ്ങൾ എപ്പോഴും സ്വർഗത്തില് അല്ലേ? സ്വർഗം കണ്ടാ നിങ്ങ? ആ പാണാജ പുത്തൂറിന്റെ ഇടയിലുള്ളതല്ലേ? യഥാർത്ഥ സ്വർഗം അള്ളാഹു ഞങ്ങൾ അവിടേക്ക് ഹിസാബില്ലാതെ എത്തിക്കട്ടെ. ആ സ്വർഗത്തിൽ കാണുമ്പോ, ഇവരെ കാണുമ്പോ, നല്ലവരായ ഞങ്ങളെ സ്വാലിഹത്തുകളായ ഉമ്മ പെങ്ങന്മാരെ കാണുമ്പോ അവർ അവിടെ ഗത്ത് കാട്ടും. നിങ്ങ ദുനിയാവ് വന്നങ്ങല്ലേ, നിങ്ങ അവിടുന്ന് വന്നങ്ങല്ലേ, ആ ബാധുള്ള വന്നം കൊണ്ടു ഈ ബാധുള്ള വന്നം കൊണ്ടു ഇല്ലേ, പിന്നെ അബുവാബി ഷിത്തി ഏതെങ്കിലും ഒരു ഡോറിൽ ഉള്ളൊക്കെ വന്നങ്ങ ഞങ്ങ പണ്ടേ ഇവിടെ ഉള്ള എന്ന് ചൊല്ലുമ്പോ അത് ചൊല്ല റൈറ്റ് അങ്കുണ്ടു. ഹൂറുള്ളിങ്ങളും ചെറിയ ആളൊന്നും അല്ല. അത് പോയിട്ട് നോക്കണം. ജിബിരിയിൽ പോലും ഗാബരി ആയിനെങ്കില് നീ ഗോബരിയാവെ കാണുമ്പോ തിരിഞ്ഞ ഹൂറുള്ളിങ്ങൾ ചെറിയ ആളൊന്നും അല്ല.
മുസ്തഫ നബി തങ്ങൾ ഹൂറുലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആർക്ക്? 5 നേരം നിസ്കരിക്കുന്ന, ഇസ്ലാമിന്റെ രൂപത്തിൽ മുടി വെട്ടിവെച്ച, ഞെരിയാണിക്ക് മുകളിൽ പാൻറ് ഉടുക്കുന്ന, ഷർട്ട് മുണ്ടുടുക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ള, നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മകൾക്കും സഹായിക്കുന്ന നല്ലവരായ ആണുങ്ങൾക്ക് അല്ലാഹ് പടക്കപ്പെട്ടവരാണ് ഹൂറുലിങ്ങൾ. ആരത്? അവരെ എതിർത്ത പല്ല് കണ്ടിട്ട് ജിബിരിയിൽ പോലും അന്തം വിട്ടണമെങ്കിൽ അപ്പൊ ഫുള്ള് കണ്ടിനെങ്കിൽ എന്താ പറ്റി? അപ്പൊ എത്ര ചന്തം ഉണ്ടാവും? ഉണ്ടെന്നും ഇല്ലേ? മഹാനായ മോയിൻകുട്ടി വൈദ്യര് പറഞ്ഞ അങ്ങനെയാ, ഉണ്ടെന്നും